നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പേരുണ്ട്, അതായത് ചില മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്, താൻ വലിയ മിടുക്ക് ഉള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇകഴ്ത്തി പറയുന്ന ഒരു പ്രത്യേകതരം ഒരു ജനസ് ഉണ്ട്. അതിലൊരാളായിട്ടാണ് എനിക്ക് ഈ രേണു സുധിയെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സുധിയുടെ കുറേ ജീവചരിത്രങ്ങളൊക്കെ എനിക്കും അറിയാം. സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണു. ആ രണ്ടാമത്തെ ഭാര്യ എന്നോട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് കുറച്ചധികം കാര്യങ്ങൾ അവൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യം, മരിച്ചുപോയ ഒരാളെ പറ്റി നമ്മൾ ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ സത്യം അറിയുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തിരിച്ചു വല്ലതും പറഞ്ഞു പോകുന്നത്. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം ബഹുമാനം ഇല്ലാതെ വരുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ അവരുടെ സ്പേസിലേക്ക് മറ്റൊരാളെ കണ്ടെത്തുന്ന ഒരു അവസരത്തിൽ പിരിഞ്ഞ് ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ബാധിക്കപ്പെടുന്ന കുട്ടികൾക്ക് തന്നെയാണ്, ശരി തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ മകൻ കൂടെ ഉള്ളപ്പോൾ ആ കുട്ടിയുടെ അമ്മയെപ്പറ്റി ഇത്രയധികം മോശമായ അഭിപ്രായം പറയുന്ന രേണു എന്ന് പറയുന്ന സ്ത്രീ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിഷയത്തിനാസ്പദമായ ഒരു സ്പീച്ച് കേൾക്കാം. സുജാന്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവം? സുജാന്റെ ആദ്യത്തെ വൈഫ് അവര് മരിച്ചു, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത്. വേറെ ഹസ്ബൻഡ് ഉണ്ട്, വേറെ ഫാമിലി ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചായിരുന്നു അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകണം? തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല. നോക്കിയപ്പോഴാണ് സൂചാന്റെ DP കണ്ടിട്ട് ഇത് ആരാ, മോനാന്ന് പറഞ്ഞു. കുഞ്ഞു കൊച്ച 6ാം ക്ലാസ്സിൽ പഠിക്കാൻ കിച്ചു. മക്കളെ മോന്റെ അമ്മ മോനെ ഇട്ടിട്ട് ഞങ്ങളെ ഇട്ടിട്ട് കുറെ വേറെ കല്യാണം കഴിച്ച് പോയതാ, അമ്മയില്ലാന്ന്. എനിക്ക് ഭയങ്കര വിഷമം. രണ്ടും കൽപ്പിച്ച ഒരു വാക്കേ ഞാൻ പറഞ്ഞത്. എന്റെ മരണം വരെ ഞാൻ നിങ്ങളെ രണ്ടുപേരെ നോക്കും. പക്ഷെ ആ ഒരു വാക്ക് മാത്രം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല? ലീഗലി കല്യാണം കഴിച്ചാൽ അത് ഡിവോഴ്സ് ആകാതെ എന്നെ എങ്ങനെ ലീഗലി കല്യാണം കഴിക്കുന്നത്? ഒരു കല്യാണം നടന്നാൽ അത് ലീഗലി ആണെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷമേ വേറൊരു പെണ്ണിനെ ലീഗലി കല്യാണം കഴിക്കും. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ മാത്രമാണ്. അപ്പൊ ഇവര് തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നോ? ഒന്നും അറിയത്തില്ല. കല്യാണം നമ്മള് താലി കെട്ടിയാലും കല്യാണം അല്ലേടാ. താലി കെട്ടിയൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കല്യാണം എന്നാ നടന്നെന്നോ എന്താ താലി കെട്ടി ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചോദിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? കോണ്ടാക്ട് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ. ഹായ് രേണു, എന്നോട് പിണക്കമുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനു പിണക്കം? എനിക്ക് ഒരു പിണക്കമല്ലേ, സന്തോഷമുള്ളൂ. വീഡിയോ കോൾ ചെയ്തിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ട് ഹായ് രേണു, എനിക്ക് ഒത്തിരി സന്തോഷമായി രേണുവിനെ കണ്ടതിൽ. ഞാനോടത്ത് രേണുവിനോട് പിണക്കം, നിങ്ങൾ ഒരിക്കലും എനിക്കൊരു പിണക്കം ഇല്ലടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വെച്ച് കുഞ്ഞിന് സുഖമാണ്. എന്നിട്ട് കിച്ചുവിന്റെ കാര്യം ചോദിക്കുന്നേ ഇല്ല. സ്വിച്ചിന് മുന്നേ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോണം. സുജാന്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? സുജാന്റെ ആദ്യത്തെ വൈഫ് അവര് സുജയുടെ മരിക്കുന്നതിന് 2 വർഷം മുന്നേ 2-3 വർഷം മുന്നേ മരിച്ചു, സൂയിസൈഡ് ചെയ്യുമായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം അവര് വേറെ വീട്ടിലായിരുന്നു, വേറെ ഹസ്ബൻഡ് ഉണ്ട്. അതായത് സുധിയുടെ ആദ്യത്തെ ഭാര്യ ഇവളെ വിളിച്ച് മാപ്പ് പറഞ്ഞു, ക്ഷമയുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഉണ്ടാക്കുന്നത്. എന്തായാലും മരിച്ചുപോയ സ്ത്രീ ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ട് വർത്താനൊന്നും പറയത്തില്ലല്ലോ, തള്ളി അങ്ങോട്ട് മറിക്കുകയാണ്. അല്ല, നിങ്ങളുടേത് ആദ്യത്തെ വിവാഹമാണോ? ഈ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ സുധിയെ അവഹേളിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ഞാൻ ഇവരെ പറ്റി ഒന്നും പറയാനൊക്കത്തില്ല, ഉടനെ കമൻറ്റ് വരും. ആ കമൻറ്റ് ഒരു സ്പെസിഫിക് കമൻറ്റാണ്. ഇവൾക്ക് നിങ്ങൾ ചിലവിന് കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇവിടെ ഒരുപാട് പേര് വിധവകളായിട്ട് ജീവിക്കുന്നുണ്ട്. 4-5 മക്കളൊക്കെ ഉള്ളവർ പോലും വിധവകളായതിനു ശേഷം ഇതുപോലെ തോന്നിവാസവും പേക്കൂത്തും ഒന്നും കാണിക്കാൻ ഇറങ്ങി നിൽക്കുന്നില്ല. ഇത് കുറേ തോന്നിവാസങ്ങൾക്ക് ഉപരി ഇപ്പം ഈ കാണിക്കുന്നത് പച്ച പോക്കൃത്തരമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ആ സ്ത്രീ ഇല്ല, ജീവിച്ചിരിപ്പില്ല. രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നു, അവരും മറ്റൊരു വിവാഹം കഴിച്ചു പോയിട്ടുണ്ട്. മൂന്നാമതാണ് ഇവളെ കല്യാണം കഴിക്കുന്നത്. ഒരാൾ 2 വിവാഹം കഴിച്ച ശേഷം മൂന്നാമത് വ്യക്തിയെ ചൂസ് ചെയ്യുമ്പോൾ അത് പിന്നെ കന്യകയാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. നീ അങ്ങനെ വിശ്വസിക്കുക, പൊതുസമൂഹത്തിനോട് അങ്ങനെ വിശ്വസിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കന്യകയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കന്യക ഭർത്താവ് മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ കന്യക കാണിക്കുന്നതൊക്കെ സൂപ്പറാണ് കേട്ടോ, ഭയങ്കര ഡൂപ്പർ സൂപ്പർ. ഈ ഇടയ്ക്ക് ദയാച്ചൂനെയാണെന്ന് തോന്നുന്നു എന്തോ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തോ വാണിങ്ങാണ്, ചെരിപ്പൂരി അടിക്കുമെന്നോ വീട്ടിൽ കയറി തല്ലുമെന്നോ ഒക്കെ പറയുന്നുണ്ട്. നിനക്ക് കാണിക്കാൻ പറയുമ്പോഴാണ് കുഴപ്പം. പറയുന്നതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രത്യേക തരം സാധനം, വല്ലാത്ത ജാതി ചൊറിച്ചിൽ എന്നാണ് അതിന് പറയുക. അത്തരത്തിൽ ചൊറിച്ചിലിന് നല്ല ഒന്നും പറയുന്നില്ല, അല്ല മുഴുക്കുമുള്ളാണ് നല്ലത്. അതിനകത്തങ്ങനെ കയറി താരോട്ടങ്ങ് ഇറങ്ങിയാൽ നല്ല സുഖം ഉണ്ടാവും, നല്ല മാതിരി ആ കുത്തിക്കിഴപ്പങ്ങ് മാറി കിട്ടും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വിഷയത്തിൽ ഈ സ്ത്രീയോട് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സെക്കൻഡ് തിങ്, നമ്മളൊരു കാര്യം പറയുക, നമ്മൾ ഒരാൾക്ക് പകരം ആവുകയേയില്ല. ഞാൻ മാത്രമാണ് രേണു, ഞാൻ മാത്രമാണ് സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടാനാണ് ഈ നെളിപ്പത്രയും നെളിയുന്നത്. അവിടെ സുധി ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട് ഇതിനകത്ത്. ആ ചെറുക്കൻ സുധിയുടെ മകൻ കൂടെയുണ്ട്. അവൻ്റെ അമ്മയാണ് പറയുന്നത്. അടി അമ്മ എന്ന് പറയുന്നത് നോക്കിയോ നോക്കാതിരുന്നോ എന്തു കുന്തോ ആണെങ്കിലും അവൻ്റെ അമ്മ തന്നെയാണ്. നീ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. ഒരു വേലക്കാരി അവൻ കൊണ്ടുവന്ന് നിർത്തി എന്നതിനപ്പുറം വലിയ പ്രിയോറിറ്റി ഒന്നും നിനക്ക് അവർ തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അന്വേഷണത്തിൽ ഞാൻ അറിഞ്ഞത് വേറെ പലതുമൊക്കെയാണ്. പിന്നെ അതൊക്കെ പറഞ്ഞങ്ങോട്ട് നാണം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒത്തിരി വിളഞ്ഞ മോളെ പൂർവ്വ ചരിത്രവും പുതിയ ചരിത്രവും ആളുകളെ കൊണ്ടുവരെ പറയിച്ചു കളയും. വെറുതെ അങ്ങ് അടങ്ങുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പയ്യനിക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കാം. വളത്തമ്മ എന്തൊക്കെ കൂത്തുകൾ കാണിക്കണം പറഞ്ഞാൽ അത് ലൈവ് വരുമ്പോൾ അതിനെ ശല്യം ചെയ്യുന്നുണ്ട്. അത് പോട്ടേന്ന് വെക്കാം, ആ ശല്യം നമുക്ക് പോട്ടേന്ന് വെക്കാം. കൂട്ടുകാർക്കിടയിൽ ആ ചെറുക്കനിക്ക് ഒരു വോയിസ് ഇല്ലേ? ആ കൂട്ടുകാർക്ക് ഇടയിൽ അവനൊക്കെ അതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരത്തില്ലേ? നീ എന്ത് വേണോ കാണിച്ചോ, നിന്റെ ഈ വൃത്തികേട് ആ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ള ബോധം വേണ്ടേ? അതിന്റെ അമ്മയെ പറ്റി ഇങ്ങനെ മോശം പറയാൻ നിനക്കാരും അധികാരം തന്നെ? സുധി എന്ന് പറയുന്ന കലാകാരനോട് പുച്ഛവും വെറുപ്പും തോന്നുന്ന കാര്യങ്ങളാണ് നീ ഇപ്പൊ ചെയ്യുന്നത്. സത്യത്തിൽ അവൻ തട്ടിപ്പോയത് നന്നായി. അല്ലാച്ചാല് ഇവൻ ഷാഹിദ ഷാജിയുടെ അപ്പൊ കെട്ടിയവൻ ചെയ്തത് കണക്കൊരു ചെയ്യേണ്ട ഗതികേടിലാണ് ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. അങ്ങ് തുള്ളി തുളുമ്പുമാണ്. കുറേ ദിവസം പ്രണയലഹരിയൊക്കെ ആയിരുന്നു. അവൻ്റെ സ്പ്രേ അത് ഇത് അങ്ങനെ ഇങ്ങനെ കുറേ ആയിരുന്നു. ഇപ്പം നോക്കുമ്പോൾ അവൻ്റെ പൂർവ്വചരിത്രമൊക്കെ എടുത്തു വെച്ച് അവനൊരു മോശപ്പെട്ട വ്യക്തിയാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്, ആ സ്ത്രീയെ മോശപ്പെടുത്തി പറയുമ്പോൾ നീ നല്ലവളാകുമെന്നാണ്. അവർക്ക് പിന്നെ ഒരു കാരണമുണ്ട്. കള്ളും കുടിച്ച് നടക്കുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ ഏത് പെണ്ണും അധികാരമുണ്ട്. കുഞ്ഞിനെ അവൻ കൊടുത്തു കാണത്തില്ല, അതുകൊണ്ട് കൊണ്ടുപോയി കാണില്ല. അങ്ങനെയും ചിന്തിക്കാമല്ലോ. അതിന് പകരം ആ സ്ത്രീ കളഞ്ഞിട്ട് പോയി, നീ എന്തോ എടുത്തു വെച്ച് നോക്കി. ഇപ്പം രണ്ടാമത് വന്നോളം അവിടെ പോയടായി. രണ്ടാമതൊരുത്തി വന്നായിരുന്നല്ലോ, അവളെവിടെ പോയി? അതെന്താ അവളും കളഞ്ഞിട്ട് പോയത്? ഇവൻ്റെ കൈ ഇരിപ്പ് കൊണ്ടാണ് കളഞ്ഞിട്ട് പോയത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിനക്ക് മാത്രം വേണം. ശ്രുതിയുടെ ഭാര്യ എന്നറിയപ്പെടണം. നീയാണ് ഫണ്ട് ഇറക്കുന്നത് കൊണ്ടാണ് നിനക്ക് അത്തരം പ്രോഗ്രാമിൽ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഇത് കിട്ടിയെന്നുള്ളത് വിവരമൊക്കെ നമുക്കും അറിയാം. അങ്ങ് തള്ളി മറിപ്പാണ്. എന്തോ ഭയങ്കര സംഭവമാണെന്നങ്ങ് സ്വയം തോന്നി വന്നിരിക്കണം. അതിന് കുറേ സെലിബ്രിറ്റികൾ വന്ന് സപ്പോർട്ടുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാളും ചുമ്മാതെ തീയില്ലാതെ പുകയില്ല എന്ന് മനസ്സിലാക്കുക. ചുമ്മാതെ ആരെയും ഒന്നും പറയത്തില്ല. ഈ തള്ളയുടെ തള്ളു വർത്തമാനം കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറയരുത്. സുധിയെ സ്നേഹിച്ചവരാണ് അവൾക്ക് വീട് വെച്ചു കൊടുത്തത്. സുധിയെ സ്നേഹിച്ചവരാണ് അവളെ സപ്പോർട്ട് ചെയ്തത്. അതേ സുധിയെയും സുധിയുടെ മകൻ്റെ അമ്മയെയും, അയാളുടെ ആദ്യത്തെ ഭാര്യ എന്നത് പോട്ടെ, അയാളുടെ മകൻ്റെ അമ്മയാണ് ഇവൾ അവഹേളിക്കുന്നത് ഇരുന്നുകൊണ്ട്. അവർ പൊളിച്ചോടിപ്പോയി. അതുകൊണ്ട് നിനക്കെന്താ? അതുകൊണ്ടല്ലേ നിനക്ക് ആ സ്പേസ് കിട്ടിയത്? അല്ലെങ്കിൽ നിന്നെ അവിടെ കയറ്റുമായിരുന്നാ? പിന്നെ ഇവളങ്ങ് പതിവ്രത. ഇവൾ ആദ്യം വിവാഹം കഴിച്ചതാണ്. എന്താടി ആ കാര്യം പറയാത്ത? നീ ആ കാര്യം പറ. നിന്റെ ആദ്യത്തെ കെട്ടിയവൻ്റെ കാര്യം അങ്ങോട്ട് തള്ളി വെച്ച് പറ. അതെന്താ മറച്ചു വയ്ക്കുന്നേ? അത് പറയാൻ വയ്യേ? അങ്ങ് ഭയങ്കര പതിവ്രത. ഇവള് പതിവ്രത, ബാക്കി എല്ലാവരും കുഴപ്പം. അതാണ് വർത്തമാനം. ആ സത്യം പറഞ്ഞാൽ ശ്രുതിക്ക് പോലും നാണക്കേടാണ് ഈ സ്ത്രീ എന്നേ എനിക്ക് പറയാനുള്ളൂ. കേൾക്കുമ്പോൾ അരുവെറുപ്പും വല്ലാത്ത രീതിയിലൊരു പുച്ഛവും തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. ഒരു ബോധവും ഇല്ലാത്ത സ്ത്രീ. സത്യം പറയല്ലോ, ഒരു ബോധവും ഇല്ലാത്ത ഒരു സ്ത്രീയാണിത്. എന്തോ താനെന്തോ മഹാസംഭവമാണെന്ന് തോന്നിയിട്ടിരുന്ന് അങ്ങ് തള്ളി മറിക്കുന്നതാണ്. ആളുകൾ പറയുന്നവരുടെ വായി കെട്ടാൻ വരും. അവർ ജീവിക്കട്ടെ, അവരെ കൊച്ചിന് അവർ ചെലവിന് കൊടുക്കുന്നു. കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെയൊക്കെയാണോ കാണിക്കുന്നത്? അവന് വാരി കൊടുക്കുന്നു, അവൻ്റെ കൂടെ നടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരു ബഹളം തന്നെ. എടി ഇതൊക്കെ നീ കാണിച്ചോ? ഒരു സീരിയലിനോ ഒരു സിനിമയ്ക്കോ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് എടുത്ത് വീണ്ടും ഇട്ട് പബ്ലിക്കിലിട്ട് ആളുകളെ ചൊറിയണേ എന്തിനാ? അപ്പോൾ കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാവുന്ന തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിന്നോടുള്ള ഇതുകൊണ്ടല്ല. നീ പറയും അസൂയ ഉണ്ടാണെന്ന്, അതുകൊണ്ടുമല്ല. ആ സുധി എന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ആദരവാണ്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ കാണിക്കുന്ന പേക്കൂത്തല്ല നീ കാണിക്കുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീ എങ്ങനെയാവണമെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ളതുപോലെ നടക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഓവർ എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ ഓവർ. നീ നിന്റെ ആഗ്രഹം സാധിക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് മനസ്സിലായത്. അല്ല, നിനക്ക് ആ മരിച്ചുപോയ മനുഷ്യനോട് ഒരു അല്പമെങ്കിലും സ്നേഹമോ ബഹുമാനമോ ഉണ്ടെങ്കിൽ അദ്ദേഹം നിന്നെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് നീ അവകാശപ്പെടുന്ന ആ കൊച്ചിൻ്റെ തള്ളയെ ഇപ്പം കൊണ്ടുവന്നിട്ട് ഈ വൃത്തികേട് പറയാൻ നീ നിൽക്കത്തില്ലായിരുന്നു. ഒരു ബോധവും ഇല്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീയായിട്ടാണ് എനിക്ക് നിന്നെ മനസ്സിലായിട്ടുള്ളത്. കഷ്ടം തന്നെ. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കരുതെന്നാണ് രേണുവിനോട് പറയാനുള്ളത്. അതുപോലെ ഈ പെണ്ണിനെ വെച്ച് മാർക്കറ്റ് വൽക്കരിച്ച് കൊണ്ട് അത്യാവശ്യം കാശുണ്ടാക്കുന്ന ചാനലുകാർക്ക് പോയി ചത്തൂടെ എന്നാണ് ചോദ്യം. നിനക്കൊക്കെ ഒരു എത്തിക്സ് ഇല്ലേ? വേറെ ആരുമില്ലേ? ഇവളൊരുത്തിയേ ഉള്ളോളാം നിങ്ങൾക്ക്. കഷ്ടം തന്നെ.